ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം ജി ടൈം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ചോറിനും ഒപ്പം ഒരേപോലെ സൂപ്പർ കോമ്പിനേഷനായ ഒരു ക്രീമി കടലക്കറിയാണ്. നല്ല കുറുകിയ ഗ്രേവിയോടെ നല്ല രുചിയുള്ള ഈ വെള്ള കടലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതിനായി ഇതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ വെള്ളക്കടലയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ 1 കപ്പ് വെള്ളക്കടല ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിരിക്കുന്നതാണ് ഇത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഇതേപോലെ ഒരു കുക്കറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കടലയുടെ തൊട്ട് മുകളിൽ വെള്ളം കിടന്നാൽ മതി. കുറുകിയ ഗ്രേവിയോട് കൂടിയുള്ള കടലക്കറി ആയതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഓരോ കടലയ്ക്കും വേവ് വ്യത്യാസമായിരിക്കും, അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുക്കറിലെ ആവി പൂർണ്ണമായും പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ എനിക്കിവിടെ നന്നായിട്ട് കടല ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേപോലെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മീഡിയം വലുപ്പമുള്ള ഒരു സവാള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. കാഷ്യൂനട്ട് 10 എണ്ണം, കാശ്മീരി മുളക് 2 എണ്ണം. ഇനി ഇതിനാവശ്യമായി ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി കാശ്മീരി മുളക് ഇല്ലെങ്കിൽ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയോ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് മതി. ഈ സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് തണുത്തതിന് ശേഷം ഒരു മിക്സഡ് ജാറിലേക്ക് മാറ്റി വെള്ളം ഒന്നും ഒഴിക്കാതെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കൂടെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. 2 ഏലക്ക, 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 30 സെക്കൻഡ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് കുറുകി ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതേപോലെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പം ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കിന് മസാലയൊക്കെ കടലയിൽ നന്നായി പിടിച്ച് പാകത്തിന് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 2 പച്ചമുളക് നടുക കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കസൂരി മെത്തി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഹെവി ക്രീമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഹെവി ക്രീമിന് പകരം ഫ്രഷ് ക്രീം ആയിരുന്നാലും മതി. ഇനി ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താലും മതി. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളകിയ ശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത്രയും കട്ടിയുള്ള ഗ്രേവി വേണ്ട, കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ ഒന്നുകിൽ തിളപ്പിച്ച പാലോ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളമോ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിരുന്നാൽ മതി. ചപ്പാത്തി, അപ്പം, പൊറോട്ട, ഇടിയപ്പം എന്തിൻ്റെയും കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്, സൂപ്പറാണ്. ഈ രീതിയിൽ വെള്ളക്കടല ഇതിനു മുമ്പ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണേ. ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
കൂടാതെ ഇതേപോലെയുള്ള റെസിപ്പികൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.